ഇസ്രായേലിന് നേരെ വീണ്ടും ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ടെൽ അവീവിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത്. അതേസമയം ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ കൃത്യമായി പ്രതിരോധിച്ചുവെന്ന് IDF വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ വ്യോമ പരിധിക്കുള്ളിൽ വെച്ച് തന്നെ ആ ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്ററുകൾ തകർത്തതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ IDF പങ്കുവയ്ക്കുന്നത്. മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് ചില പ്രദേശങ്ങളിലെ ചില കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ മിസൈൽ ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഹൂതികൾ നടത്തുന്ന മൂന്നാമത് ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കാണ് ഇസ്രായേലിന് നേരെ. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇത് മൂന്നാം തവണയാണ് ഇസ്രായേലിന് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുന്നത്. ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായി പ്രതിരോധിച്ചിരുന്നു. രണ്ടാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ടെൽ അവീവിന് സമീപത്തുള്ള തുറസായ പാർക്കിൽ പതിക്കുകയായിരുന്നു. ആ മിസൈൽ ആക്രമണത്തിൽ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഗ്ലാസുകൾ ശരീരത്തിൽ വീണ് നിരവധി പേർക്ക് പരിക്കേറ്റു. അവരിൽ 16ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ മൂന്നാം തവണയാണ് തുടർച്ചയായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. മാരകമായ പ്രഹരശേഷിയുള്ള വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇപ്പോൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിൻ്റെ വ്യോമ പരിധിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ടെൽ അവീവിലും പരിസര പ്രദേശങ്ങളിലും വൻതോതിലുള്ള അപായ സൈറനുകൾ മുഴങ്ങി. ഇസ്രായേലിൻ്റെ വ്യോമ പരിധിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ മാത്രമായി ഉണ്ടാക്കിയ ഏറ്റവും ആധുനികമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ആരോ എയർ ഡിഫൻസ് സിസ്റ്റം. ആ ആരോ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇൻ്റർസെപ്റ്ററുകൾ കൃത്യമായി പ്രവർത്തിക്കുകയും അവ ഈ ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കുകയും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ വ്യോമ പരിധിക്ക് തൊട്ട് മുൻപ് വെച്ച് തന്നെ തകർക്കുകയും ചെയ്തു. എങ്കിലും ചില അവശിഷ്ടങ്ങൾ, ഈ ബാലിസ്റ്റിക് മിസൈലിൻ്റെ ചെറിയ ചില അവശിഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആർക്കും തന്നെ ശാരീരികമായ പരിക്കുകൾ ഉണ്ടാക്കിയിട്ടില്ല. അതേസമയം ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അതേസമയം അപായ സൈറനുകൾ മുഴങ്ങിയ ഘട്ടത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് അവരവരുടെ വീടുകളിൽ നിന്ന് ഷെൽട്ടറുകളിലേക്ക്, ബോംബിംഗ് ഷെൽട്ടറുകളിലേക്ക് രക്ഷപ്പെട്ടത്. അതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 64 വയസ്സുകാരിയായ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അടുത്തുള്ള ആശുപത്രിയിലേക്ക് ആ സ്ത്രീയെ മാറ്റിയിരിക്കുന്നു. അവരുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഹൂതികൾക്ക് നേരെ വമ്പൻ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹൂതികളുടെ പ്രതികരണം വന്നിരിക്കുന്നു. ഇനിയും ഇത്തരം ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നിരന്തരമായി ഉണ്ടാകുമെന്നും ഗാസയിൽ ഹമാസിനെതിരെ നടക്കുന്ന ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയാൽ മാത്രമേ ഹൂതികൾ ആക്രമണം നിർത്തൂ എന്നുമാണ് ഹൂതികളുടെ നേതാവിൻ്റെ പ്രതികരണം. അതേസമയം അധികം വൈകാതെ തന്നെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് വമ്പൻ വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസം കൂടിയ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇറാനെ ആക്രമിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബർണിയെയും ഷിൻബെറ്റിൻ്റെ തലവനും IDFിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇറാനെ ആക്രമിക്കണമെന്ന നിർദ്ദേശം ഉയർത്തിയപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവാണ് അല്പം വൈകി മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്രത്തോളം രൂക്ഷമായ ആക്രമണം വീണ്ടും ഉണ്ടാകുമ്പോൾ ഇനി ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അധികം വൈകാതെ ഹൂതികൾക്ക് നേരെ കനത്ത വ്യോമാക്രമണം, കനത്ത മിസൈൽ ആക്രമണം, കനത്ത ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാം. യമനെ കത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്രായേൽ. യമനിലേക്ക് അധികം വൈകാതെ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ കുതിച്ചെത്തും. യമൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഹൂതികളുടെ ഹുദൈദ തുറമുഖമടക്കം ഇനി കത്തിച്ചാരമാകാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത്. നേരത്തെ 3 പോർട്ടുകളെ ഇസ്രായേലി സേന ആക്രമിച്ചിരുന്നു. ഹുദൈദയടക്കം ഹൂതികൾ നിയന്ത്രണത്തിൽ വെച്ചിരുന്ന 3 പോർട്ടുകളെ ആക്രമിച്ച് ഛന്ന ഭിന്നമാക്കിയിരുന്നു ഇസ്രായേലി സേന. ഒപ്പം തന്നെ ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, തലസ്ഥാനമായ സലയടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഊർജ്ജ പ്ലാന്റുകളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നശിച്ചിരുന്നു. അതേസമയം ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അത് യമനെ പൂർണ്ണമായും തീർക്കുന്നത് വരെ തുടരുമെന്നുള്ള നീക്കമാണ്
വാക്കുകളാണ് ഇപ്പോൾ ഇസ്രായേൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ അധികം വൈകാതെ തന്നെ പകരം ചോദിക്കും. ഇസ്രായേലിൻ്റെ പ്രതികാരത്തിൽ കത്തി തീരാനായിരിക്കും യമന്റെ വിധി. ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിന് നേരെ ഇടയ്ക്കിടയ്ക്ക് ഹൂതികളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അതായത് ഹൂതികളുടെ മിസൈൽ ആക്രമണമാണ് പലപ്പോഴും ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഹൂതികളുടെ ഡ്രോൺ ആക്രമണവും ഇസ്രായേലിന് നേരെ പലതവണ ഉണ്ടായി. 2 ഡ്രോണുകൾ ഹൂതികൾ അയച്ച ഒരു ഡ്രോൺ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വേനൽക്കാല വസതിയിൽ തന്നെ പതിച്ചു എന്നുള്ളത് അന്ന് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ച കാര്യമാണ്. IDF ഇതേക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം പോലും ആരംഭിച്ചു. ഡ്രോണുകളെ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് അന്ന് IDF തന്നെ വ്യക്തമാക്കിയിരുന്നു. 2ാം തവണ വീണ്ടും മറ്റൊരു ഡ്രോൺ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വേനൽക്കാല വസതിക്ക് സമീപം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും ഹൂതികൾ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ടെൽ അവീവിലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് ലക്ഷ്യമിട്ടായിരുന്നു. അതേസമയം ഒരു ഭൂഗർഭ അറയിൽ സജ്ജീകരിച്ച പ്രത്യേക കോടതി മുറിയിൽ വിചാരണ നേരിടുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഈ സമയത്താണ് ടെൽ അവീവിനെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള അപായ സൈറനുകൾ മുഴങ്ങിയത്. ആ അപായ സൈറനുകൾ മുഴങ്ങവേ വന്ന ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് തൊട്ട് പിന്നാലെ വന്ന ബാലിസ്റ്റിക് മിസൈലാണ് പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ടെൽ അവീവിലെ തുറസായ പാർക്കിൽ വീണത്. അപ്പോൾ ഹൂതികൾ നിരന്തരമായി ഇസ്രായേലിനെതിരെ പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹൂതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. ഇക്കുറിയും ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇറാൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ നിരന്തരമായി ആക്രമിക്കുന്നത്. ഇറാൻ്റെ ഡ്രോണുകൾ, ഇറാൻ നൽകിയ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാവേറാണ് ഹൂതികൾ. ആ ഹൂതികൾക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രായേൽ വമ്പൻ ആക്രമണത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ആക്രമണത്തിനുള്ള നിർദ്ദേശവും അനുമതിയും സെക്യൂരിറ്റി ക്യാബിനറ്റ് നൽകിയിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സേനയോട് ചേർന്ന് സംയുക്ത സൈന്യമായിരിക്കും ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുക. ഹൂതികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രങ്ങളായ ഹുദൈദ അടക്കമുള്ള തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ആക്രമണം. ചെങ്കടലിലൂടെയും ഏതൻ കടലിടുക്കിലൂടെയുമുള്ള ചരക്കു കപ്പലുകളെ വേട്ടയാടുന്നതാണ് ഹൂതികളുടെ മറ്റൊരു വിനോദം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ബന്ധമുള്ള ചരക്ക് കപ്പലുകൾക്കെതിരെ നിരന്തരമായ ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ചെങ്കടലിലും ഏതൻ കടലിടുക്കിലും ഹൂതികൾ നടത്തുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് യമനിലെ ഹൂതികൾക്കെതിരെ അതിമാരകമായ ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനുമൊക്കെ ഇപ്പോൾ ഒരുങ്ങുന്നത്.